ജോയലേ എടാ വരുവാടാ. എടാ അത് പോയല്ലോ. അത് പോട്ടെ, നിക്ക്, ഞാൻ ഇപ്പോൾ വരാം. നീ ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടിയില്ല, 1 മണിക്കൂർ കഴിഞ്ഞുള്ളൂ. എന്തായാലും നീ ലേറ്റ് ആവും. എന്ത് ചെയ്യണി? ഇനിയിപ്പോൾ ഒരു വഴിയുണ്ട്. ഇവിടുന്ന് നേരെ നീ ബോട്ടിയെട്ടി വെക്കോ. ബോട്ടിയെട്ടി നിന്നാണ് അവിടുന്ന് എറണാകുളത്തിന് ഒരു 1/2 മണിക്കൂർ കാണും. അവിടുന്ന് നീ ട്രെയിൻ കയറി പൊക്കോ, അതേ ഇനി വഴിയുള്ളൂ. അതെങ്കിൽ അത് വാ. വാ. ആ സമയത്തിന് ട്രെയിൻ ഉണ്ടാവുമോ? ട്രെയിൻ നീ നിന്നേ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, എടാ പറഞ്ഞേ. എടാ അല്ല, നമ്മുടെ ഈ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളത്ത് നിന്നാ ടിക്കറ്റ് ഉൾപ്പെടെ വേണോ? എടാ എൻ്റെ പരിചയത്തിൽ ആളുണ്ട്, ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വിളിക്കളയാ. അരണേ, എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നീ ടെൻഷൻ അടിക്കാതെ, എന്തായാലും ഒരു വഴി തെളിയാണ്ടിരിക്കില്ല. ആ പറഞ്ഞേടാ. എടാ അലം പറഞ്ഞിട്ട് വിളിക്കുകയാണേ. എറണാകുളത്ത് എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്, ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, ശരി ശരി ശരി. പറഞ്ഞില്ലേ എന്തെങ്കിലും വഴി തെളിയാണ്ടിരിക്കില്ലെന്ന്. അവൻ ബോട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, വേഗം പോയി ബോട്ട് പിടിക്കാം. ഓട്ടോ. അറിഞ്ഞ ബോട്ട് വന്നോളും, നീ ഇവിടെ വന്നിരിക്കേ. പേടിയുണ്ടോടാ? പേടിക്കാതെ, എല്ലാം കറക്റ്റ് സമയത്ത് വരും. വന്നാൽ മതിയായിരുന്നു. അല്ല, ഈ തീരുമാനത്തിലൊരു മാറ്റില്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ മാറിയാലും പ്രശ്നമാവൂടാ. മാറണ്ട. അല്ല, നീ ഇത് വീട്ടിൽ പറഞ്ഞായിരുന്നോ? ഇവനെ 24 മണിക്കൂറും കഥ അടച്ചിട്ട് എന്നെ കാണിക്കുമോ? ഉള്ള പണിയും കളഞ്ഞിട്ട് ഇവിടെ വന്ന് കുത്തിയിരിക്കുക. ഇപ്പത്തെ ആ ഷെബിന്റെ കൂടെ ഒരു ക്യാമറയും തൂക്കി പിടിച്ച് അവൻ തേരെ പല നടക്കുമോ? ഞാൻ അന്നേ പറഞ്ഞല്ലേ ആ അമ്മാവന്റെ കൂടെ അവനെ ആ ക്യാനഡയ്ക്ക് എങ്ങാനും വിട്ടാൽ മതിയെന്ന്. അതും അവന് സമ്മതമല്ല. ഒരു പണിയും ചെയ്തില്ല. എന്തൊരു കഷ്ടമാണെന്ന് പറ, വെറുതെ ഇവിടെ കുത്തിയിരിക്കണം. പറയാൻ ചെന്നതാ, പറ്റിയില്ല. സാരമില്ല. ചില സമയത്ത് നമ്മുടെ സ്വപ്നത്തിന് കൂട്ടുവെക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇപ്പം നീ ഇവിടെ നിൽക്കണ പോലെ. ഞാനെടുത്ത് ഈ തീരുമാനം തെറ്റുമെന്ന് എനിക്കല്ല പേടിയുണ്ടടാ. ഇത്രയും നാൾ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി നീ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്തു. ഇപ്പം നീ ആഗ്രഹിച്ച ജോലി നിന്നെ അന്വേഷിച്ച് വന്നേക്കുന്നു. കാര്യം ഈ ഡയറക്ഷൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ജോലി എന്ന് പറഞ്ഞാൽ റിസ്ക് ആണെങ്കിലും നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. നാളത്തെ ലോകേഷോ അറ്റ്ലിയോ എല്ലാം എൻ്റെ അടുത്ത് നിൽക്കണമെങ്കിലോ നീ ശ്രമിച്ചിട്ട് തോറ്റാലും കുഴപ്പമില്ല. നീ വീട്ടിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെന്നൈയിലൊരു പടത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറോട് പോയേക്കാണ്. ഇവിടുത്തെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ അതിൽ മാത്രം ഫോക്കസ് ചെയ്യും. എടാ, എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എന്തേലുമൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ. എന്നെപ്പോലെ കുറേ ആളുകളുണ്ട് സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്കൊരവസരം കിട്ടിയ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരം കിട്ടും. ആ സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നിങ്ങളെ നിങ്ങളാക്കുന്നത്.